ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പൊ നമുക്ക് അറ്റൻഡൻസ് എടുക്കാം. എല്ലാരും ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടല്ലോ? എടി എല്ലാവരും എത്തിയോ? അലക്സ് എത്തിയിട്ടില്ലല്ലോ. ഓ, അലക്സ് വന്നിട്ടില്ല അല്ലെ? ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. നീ ഫുൾ ടൈം അങ്ങോട്ടേക്ക് തന്നെയാണോ നോട്ടം? അല്ലടി, അങ്ങനെയൊന്നുമല്ല. പെട്ടെന്ന് ജാക്കിനെ ഒറ്റക്ക് കണ്ടപ്പോ അലക്സ് വന്നിട്ടില്ല എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഓക്കെ. നിങ്ങൾ ആരും എന്തോന്നും മിണ്ടാത്തത്? എല്ലാരും പ്രസന്റ് ആണോ? സാർ, അലക്സ് ഇനി ക്ലാസ്സിൽ എത്തിയിട്ടില്ല. അവൻ വരൂന്ന് പറഞ്ഞായിരുന്നു. സാർ, മേ ഐ കമ്മിങ്? യെസ്, കമ്മിങ്. വരൂ. നീ എത്തിയോ? ഞാൻ വിചാരിച്ച് നീന്ന് വരില്ലാന്ന്. അത് പിന്നെ എണീക്കാൻ കുറച്ച് ലേറ്റ് ആയടാ. ഞാൻ വരൂന്ന് പറഞ്ഞാ പിന്നെ വരൂന്ന് നിനക്കറിയില്ലേ? അല്ല, അലക്സ് എന്ത് ചെയ്യുന്നു ലേറ്റ് ആയേ? അത് സാർ, ഇന്നലെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതിന് പോയി വന്നപ്പോ നല്ല ലേറ്റ് ആയി. അപ്പൊ ഇന്ന് രാവിലെ ഉറങ്ങിയിട്ട് വേഗം എണീക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നീന്റെ ചെറുക്കനെ നോക്കി ഇന്നലത്തെ കണ്ട ഹാൻസം ആയിട്ട് അവൻ ഇന്ന് വന്നിരിക്കുന്നേ ആണോ? എന്തോ എനിക്ക് തോന്നില്ല. അല്ലെങ്കിലും നിനക്കെന്തിനാ തോന്നുന്നേ? നീ എന്തിനാ എന്റെ ചെക്കനെ നോക്കുന്നില്ല എന്നോട് പറയുന്നേ? ഇന്നലെ തന്നെ വർക്ക് എല്ലാരും ചെയ്തോ? എല്ലാരും നോട്ട് എടുത്ത് വെക്കാൻ നോക്കട്ടെ. ഇനി നീ ചെയ്തിനോ? ഞാൻ ചെയ്തിട്ടില്ല. ഞാനും ചെയ്തിട്ടില്ല. ഇവനെന്താ ഇങ്ങനെ നോക്കുന്നേ? ഇവന്റെ നോട്ട് അത്ര ശരിയില്ലല്ലോ. എടാ, നീ ചെയ്തിനോ വർക്ക്? ഇല്ലടാ, ഞാൻ ഇന്നലെ ഒരു ഫംഗ്ഷൻ അല്ലായിരുന്നു. അപ്പൊ ചെയ്യാനൊന്നും പറ്റില്ല. നിനക്ക് ആ ഒരു കാരണം പറയാം. ഞാൻ എന്ത് പറയും? ഇന്ന് എന്തായാലും ഒന്നെങ്കിൽ പുറത്ത് നിൽക്കണം, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ നിക്കണം. ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഒരൊറ്റ ചെയ്തിട്ടുണ്ടാവില്ല അല്ലെ? ലിയ, നോട്ട് എടുക്കാൻ നോക്കട്ടെ. സാർ, ഞാൻ നോട്ട് എടുത്തിട്ടില്ല, മറന്നുപോയി. നോട്ട് എടുക്കാൻ മറന്നുപോയി അല്ലെ? ഈ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിച്ചതാ. ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് എടുക്കാൻ മറന്നോ താൻ? സാർ, എനിക്കൊരു ഡൗട്ട്. നമ്മള് ഫുഡ് കഴിക്കാനല്ലേ കൊണ്ടുവരുന്നത്? ഈ ഹോംവർക്ക് നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അത് പൊളിച്ചു. എടി, സാറോടാണോ നീ ഇതൊക്കെ ചോദിക്കുന്നേ? നീ പെട്ട് മോളെ, പെട്ട്. എടി, അത് പെട്ടെന്ന് ഞാൻ എന്റെ ഒരു ഡൗട്ട് ചോദിച്ചതല്ലേ. അത് പിന്നെ തർക്കുത്തരം പറയുന്നോ? നോട്ട് പഠിക്കത്തില്ല, നിങ്ങൾ തർക്കുത്തരം പറഞ്ഞോളും. സിറ്റ് ഡൗൺ. കണ്ടില്ലേടി, സാറിന് ഉത്തരം മുട്ടിയപ്പോ എന്നെ എത്തിച്ചത്. ഇവളാള് കൊള്ളാലോ. എടി, നീ പൊളിച്ചല്ലോ. ഞാൻ വിചാരിച്ചത് സാറ് നിന്നെ പുറത്താക്കൂന്നാ. എടി, അവൾ എല്ലാരും മുമ്പൊന്നും ഷൈൻ ചെയ്യാണല്ലോ. ആടി, അത് ഞാനും ശ്രദ്ധിച്ചു. അവളുടെ ഷൈൻ ചെയ്യല് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളവരത് ചെയ്തു കാണത്തില്ല അല്ലെ? ചെയ്യാത്തവരും ചെയ്തവരൊക്കെ ഞാൻ ബാക്കി നാളെ നോക്കാം. ഓ, പോയോ? സമാധാനായി. വാടാ, നമുക്ക് പുറത്തു പോവാം. ആടാ, വരുന്നു. എടി, അവിടെ എന്താടി എല്ലാരും കൂടി നിക്കുന്നേ? എടി, അറിയില്ലടി. അവിടെ വലിയ എന്തോ അടി നടക്കുന്നതാന്ന് തോന്നേ. വാ, നമുക്ക് പോയി നോക്കാം. ഇവൻ ഇത് ഇങ്ങോട്ട് തന്നെയാണല്ലോ നോക്കുന്നത്. ഞാൻ കൈമുട്ടുന്നത് കൊണ്ടാണോ? വേണ്ട, എനിക്ക് കൈമുട്ടണ്ട. എന്തേ എല്ലാരും ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്ന? എല്ലാരും ക്ലാസ്സിൽ പോയേ? എന്താ ഇവിടെ പ്രശ്നം? അലക്സ്, ജാക്ക്, നിങ്ങളാണ് ഇവിടെ അടിയുണ്ടാക്കുന്നത്. അലക്സ് വന്ന് കേറിയില്ല, അപ്പത്തേക്ക് തുടങ്ങി അടിയുണ്ടാക്കാൻ വേണ്ടിട്ട്. നിങ്ങളോട് പ്രത്യേകിച്ച് വരണോ ക്ലാസ്സിൽ പോകാനായിട്ട്? രണ്ടെണ്ണം ക്ലാസ്സിൽ പോയേ? നമുക്ക് ക്ലാസ്സിൽ പോവാം. രണ്ടെണ്ണം ക്ലാസ്സിലോട്ടേക്ക് വാ. ബാക്കി ഞാൻ അവിടുന്ന് കാണിച്ചു തരാം. രണ്ടെണ്ണം പുറത്ത് നിൽക്കാതെ അകത്തേക്ക് കയറി വാ. വന്നല്ലോ. ഇവളെന്തിനാ ഇങ്ങനെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നേ? ഇനി പറ, എന്താ നിങ്ങൾ അടി ഉണ്ടാക്കേണ്ട കാരണം? അലക്സ് വന്ന് കേറില്ല, അപ്പത്തേക്ക് ജാക്ക് തുടങ്ങിയല്ലോ അടി ഉണ്ടാക്കാനായിട്ട്. സാർ, നമ്മളായിട്ട് അങ്ങോട്ട് ചോറിയാൻ പോയതൊന്നല്ല, അവരായിട്ട് ഇങ്ങോട്ട് തന്നെ വന്നതാ. വേണ്ടാതെ നമ്മൾ അച്ഛനും അമ്മനൊക്കെ പറഞ്ഞതുകൊണ്ടാ നമ്മൾ അങ്ങനെ വലിയ രീതിയിൽ റിയാക്ട് ചെയ്തത്. അങ്ങനെ അച്ഛനും അമ്മനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എന്തിനാ നിങ്ങൾ അത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യം എന്താ? അത്ര വലിയ അടി നടക്കേണ്ട കാര്യം എന്താ? ഇവിടെ ഈ സ്കൂളിലെ മുഴുവൻ പിള്ളേരും അവിടെ ഉണ്ടായിരുന്നല്ലോ. അത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യം ഉണ്ടായിരുന്നത്? അഥവാ നിങ്ങളെ അത് അച്ഛനും അമ്മനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഏതെങ്കിലും സാർമാരോടോ അല്ലെങ്കിൽ എന്നോടോ പറയണം. അല്ലാതെ ഇത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല.
സാറെന്താ സാറേ ഇങ്ങനെയൊക്കെ പറയുന്നേ? സാറിന് അറിയാവുന്നതല്ലേ എനിക്ക് അച്ഛനും അമ്മനും പറഞ്ഞ നല്ല രീതിയിൽ ദേഷ്യം വരുമെന്ന്? അത് പണ്ട് തൊട്ടേ സാറിന് അറിയുന്നതാണല്ലോ, പിന്നെന്താ സാറിപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യം തന്നെ. പക്ഷെ നീ വന്നിട്ട് ആ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത്ര വലിയ അടി ഈ സ്കൂളിൽ നടന്നില്ലേ? ഈ സ്കൂളിലെ എല്ലാ സ്റ്റുഡൻസും ടീച്ചേഴ്സും സാർമാരും ഒക്കെ അവിടെ കൂടി നിന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ അടി എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമായിരിക്കും, പക്ഷെങ്കിൽ ഇതിന്റെ നാണക്കേട് അനുഭവിക്കുന്നുണ്ട് നിങ്ങളെ ക്ലാസ് ടീച്ചറായ ഞാനും പിന്നെ നിങ്ങളുടെ പാരന്റ്സും ആണ്. സാറ് അതൊക്കെ നമുക്കറിയാം, പക്ഷെ സാറൊന്ന് ഞങ്ങളുടെ ഭാഗം കൂടി ഒന്ന് ചിന്തിച്ചു. വേണ്ടടാ, ഇനി നീ ഒന്നും പറയാൻ നിൽക്കണ്ട. എടി സാറിന് നല്ല കട്ട കലിപ്പിലാണല്ലോ. അതേടി സാറ് നല്ല കളിപ്പില്ല. ബട്ട് നേരത്തെ ഫൈറ്റ് അത് അടിപൊളിയായിരുന്നു. നീ പറഞ്ഞപ്പോ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. അതേടി നല്ല രസമുണ്ടായിരുന്നല്ലേ. അവന്മാർക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നേ. ഞാൻ പറഞ്ഞില്ലേ ഇവന്മാര് രണ്ടാളായതുകൊണ്ട് പറയാൻ പറ്റില്ല എപ്പോ വേണമെങ്കിൽ നല്ലൊരു മുട്ട ഫൈറ്റ് നടക്കാന്ന്. ഞാൻ എന്റെ സ്കൂൾ ലൈഫിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു ഫൈറ്റ് കണ്ടിട്ടില്ല. ഇത് അടിപൊളിയായിരുന്നല്ലേ. ഇവനിത് എന്നെ തന്നെ നോക്കുവാണല്ലോ. ഇനി ഞാൻ ചിരിക്കുന്ന കണ്ടിട്ടാണോ? അയ്യോ, ഇവർക്ക് വഴക്ക് കിട്ടുമ്പോ ഞാൻ കിടന്ന് ചിരിക്കുവാണെന്ന് വിചാരിക്കോ? സാർ ഞങ്ങളൊന്ന് ഇരുന്നോട്ടെ. ആ ഇപ്പൊ രണ്ടാളും ഇരിക്ക്. എടി ഇന്നത്തെ ഫൈറ്റില് അലക്സ് പൊളിച്ചല്ലേ. അലക്സ് മാത്രമൊന്നല്ല ചാക്കും പൊളിച്ചു. ബട്ട് അലക്സിന്റെ ഒരു ലെവല് പറയാതിരിക്കാൻ വയ്യ. ആ ഫൈറ്റ് ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ നീ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? ആ അലക്സ് ഫൈറ്റിന്റെ ഇടയിൽ ലിയ വന്നപ്പോ അവളെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. ഓടി അവിടെ നിന്ന് ഞാൻ ശ്രദ്ധിച്ചതാ. അലക്സ് ഫുൾ ടൈം ഫൈറ്റിലായിരുന്നു. അവൻ അലിയനെ ശ്രദ്ധിച്ചില്ല. ഞാൻ കണ്ടതല്ലേ. നീ ഇതിന് ചുമ്മാ വെറുതെ ഇല്ലാത്തത് പറഞ്ഞിരിക്കുന്നേ. ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞു. നീ വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. എന്തൊരു തലവേദന ഇത്. എന്താടാ, എന്താ നിനക്ക് എന്താ പറ്റിയേ? ഒന്നുമില്ലാടാ, അത് ചെറിയൊരു തലവേദന. എന്നാ വാടാ നമുക്ക് പോയിട്ട് സാറോട് പറയാ. എടാ വേണ്ടടാ, സാറോടൊന്നും പറയുന്നു വേണ്ട. ഞാന് കുറച്ചേരം ഒന്ന് കടക്കട്ടെ. ആടാ, എന്നാ നീ കുറച്ചേരം കടന്നു. ഇടി അലക്സിന്റെ ജാക്കിന്റെ മുഖം എന്തോ ഒരുമാതിരി ഇരിക്കുന്നേ. അവർക്കെന്തോ പ്രശ്നമുണ്ടല്ലോ. അലക്സ് എന്തിനാ അവിടെ ഇങ്ങനെ കിടക്കുന്നേ? ഇടി അത് നേരത്തെ ഉണ്ടായ ഫൈറ്റിന്റെ വല്ല ഇഷ്യൂ ആയിരിക്കും. എടി നേരത്തെ ഭയങ്കര ഫൈറ്റ് അല്ലായിരുന്നു. അപ്പൊ ഇവർക്ക് എവിടെയെങ്കിലും അടി കൊണ്ടിട്ടുണ്ടാവോ? അറിയില്ലടി, ചിലപ്പോ കൊണ്ടിട്ടുണ്ടാവും. അല്ല അതിനെന്താ എനിക്ക് ഇത്ര ടെൻഷൻ? നിനക്ക് അടി കൊണ്ടതുപോലെ? ടെൻഷനോ? ആർക്ക് ടെൻഷൻ? എനിക്ക് ടെൻഷൻ ഒന്നുമില്ല. ഞാൻ വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചതാ. തലവേദന കൂടി വരുവാണല്ലോ. അളിയ, നിന്റെ മുഖമൊക്കെ എന്താടാ വല്ലാതിരിക്കുന്നേ? നിന്റെ തലന്റെ അവിടെ വീർത്ത് വരുവാണല്ലോ. വാ നമുക്ക് സാറെടുത്ത് പോവാം. വേണ്ടടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ ഒന്നും പറയണ്ട, നീ ഇങ്ങ് വന്നേ. അലക്സും ജാക്കി ഇപ്പൊ എവിടെ പോകുന്നേ? ഇപ്പൊ ക്ലാസ് ടൈം അല്ലേ? ഇപ്പൊ സാറ് വരില്ലേ? അപ്പൊ ഇവരെവിടേക്ക് പോകുന്നേ? എടി നീ നേരത്തെ പറഞ്ഞില്ലായിരുന്നു അലക്സ് നേരത്തെ അവിടെ ഇങ്ങനെ കടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് വന്നതല്ലേ, അതിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും. നമുക്ക് നോക്കാം. എടി നേരത്തെ ഫൈറ്റിന്റെ ഇടയിൽ അലക്സിന് എന്തെങ്കിലും അടിയാറ്റം കൊണ്ടിട്ടുണ്ടാവും. എടി എന്റെ പേടിയാന്നടി. അവനില്ലെങ്കിൽ ഞാനില്ലടി. അവനില്ലെങ്കിൽ ഞാൻ ആരും വായി നോക്കും. എടി നീ അധികം ഓവർ റിയാക്ഷൻ ഇട്ട് ചളവാക്കണ്ട. ചിലപ്പോ അവൻ വരുമായിരിക്കും. ഞാൻ ഓവർ റിയാക്ഷൻ ഒന്നും ഇട്ടിട്ടില്ല. നിനക്കറിയില്ല എനിക്ക് അലക്സിന് എത്രമാത്രം ഇഷ്ടമാണെന്ന്. പിന്നെ നീ ഇങ്ങനെ പറയാൻ നിൽക്കുന്നേ? അതിനവനത് തിരിച്ചിങ്ങോട്ടുണ്ടായിട്ട് വേണ്ടേ? നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാനൊന്നും പറഞ്ഞില്ലേ. എടി അലക്സും ചാക്കും കൊറേ നേരമല്ലോ പുറത്തു പോയിട്ട്. അവരിനി വന്നിട്ടില്ലല്ലോ. സാറും വന്നില്ലല്ലോ. ആടി അത് ഞാനും ശ്രദ്ധിച്ചു. കൊറേ നേരമായല്ലേ അവര് പോയിട്ട്. സാറും വന്നില്ലല്ലോ പറഞ്ഞതുപോലെ. സമയം കൊറേ ആയല്ലോ. അതന്നെയല്ലേ ഞാനും പറഞ്ഞത്. ഇതിപ്പം ജാക്ക് മാത്രമാണല്ലോ ഉള്ളത്. അലക്സ് വന്നില്ലല്ലോ. എടാ ജാക്ക് നീ മാത്രമേ ഉള്ളൂ. അലക്സ് എവിടെ? അലക്സോ, അവൻ വീട്ടിൽ പോയല്ലോ. വീട്ടിൽ പോവാനോ? അതിന് മാത്രം അവനെന്താ പറ്റിയത്? അത് നേരത്തെ ഫൈറ്റിന്റെ ഇടയിൽ അവന്റെ തലക്ക് ചെറുങ്ങനെ കൊണ്ടായിരുന്നു. അപ്പോ അതിന്റെ ഫ്രാക്ചർ ആണെന്നാ തോന്നുന്നത്. നേരത്തെ അവനക്ക് നല്ല തലവേദനയും തലന്റെ അവിടെ വീക്കൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ സാറോട് പറഞ്ഞപ്പോ സാറ് പ്രിൻസിപ്പലിനോടൊക്കെ ചോദിച്ചിട്ട് അവനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ടാണ് ഒറ്റക്കാണോ വീട്ടിൽ പോയത്? അല്ല, ഒറ്റക്കല്ല. അവന്റെ ഒരു കസിന് പിക്ക് ചെയ്യാൻ വന്നായിരുന്നു. അപ്പൊ രണ്ടാളും കാറിലാ പോയത്. എന്നിട്ട് വേറെ വല്ല പ്രോബ്ലം ഉണ്ടോ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അറിയില്ല, ഇനി അവനെ വീട്ടിൽ ചെന്നൊന്ന് കോൾ ചെയ്യണം, എന്നാലേ എല്ലാം അറിയാൻ പറ്റൂ. അപ്പോ അലക്സ് നാളെ ലീവ് ആയിരിക്കൂലേ? മിക്കവാറും ലീവായിരിക്കും. ഇവള് വല്ലാണ്ടങ്ങ് അലക്സിന്റെ കാര്യം അന്വേഷിക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോ ഇവൾക്ക് അലക്സിനോട് എന്തെങ്കിലും ആവട്ടെ. നിനക്കെന്താടി ജാക്കിനോട് അലക്സിന്റെ കാര്യം ചോദിക്കുമ്പോ ഒരുമാതിരി ടെൻഷൻ പോലെ? നാളെ വരൂലേ, വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു.
എടി അത് തലക്ക് വീക്കുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കെന്തോ പേടി പോലെ തോന്നി, അതുകൊണ്ട് അങ്ങനെ ചോദിച്ചത്. അല്ലാതെ അങ്ങനെ എന്തെങ്കിലും പറ്റുമോന്ന് പേടിച്ചിട്ടല്ല. അതൊന്നല്ലടി, ഞാനേ വെറുതെ. എടി അലക്സ് വീട്ടിൽ പോയത്രേ, അവന്റെ തലക്കെന്തോ ഫ്രാക്ചറോ വീക്കോ അങ്ങനെ എന്തോ ഉണ്ടെന്നാ പറയുന്നേ. ആടി ഞാനും കേട്ടു. പാവല്ലടി എന്റെ അലക്സ്. പക്ഷെ അവൻ ഇത്രമാത്രം വേദന എടുക്കുന്നുണ്ടാവും. വേദനയൊക്കെ എടുക്കുന്നുണ്ടാവും. നിനക്ക് അവരോട് ഇത്രമാത്രം സ്നേഹം ഉണ്ടെങ്കിൽ നിനക്ക് ജാക്കിനോട് ചോദിച്ചാൽ പോരായിരുന്നു അലക്സിന് എന്താ പറ്റിയെന്ന്. ഇപ്പൊ ക്ലാരയോ ലിയയല്ലേ പോയിട്ട് ചോദിച്ചത്. ആടി ഞാൻ ചോദിക്കാൻ പോവായിരുന്നു, ബട്ട് ആ ചാക്ക് വന്നപ്പാട് ആ ലിയയും ക്ലാരയും പോയിട്ട് ചോദിച്ചു. ആ ക്ലാര ചോദിച്ചത് എനിക്ക് പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ആ ലിയ എന്തിനാ ഇതൊക്കെ ചോദിക്കാൻ പോന്നേ? അവളെ ചോദ്യം കേട്ടായിരുന്നു, നീ അവൻ നാളെ സ്കൂളിൽ വരില്ലേ, അവന് ഭയങ്കര എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ കേട്ടിട്ട് എനിക്ക് കല്ല് കയറി വന്നു. എന്തായാലും നീ ചോദിക്കാൻ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് അലിയ ചോദിച്ചു, അത്രേ ഉള്ളൂ. അലീനെ ഞാൻ കുറെ നേരം ശ്രദ്ധിക്കുന്നു, നീ ഏത് നേരം എന്തിനാ അലീനെ സപ്പോർട്ട് ചെയ്യുന്നവർ സംസാരിക്കുന്നേ? എനിക്കത് തീരെ ഇഷ്ടാവുന്നില്ല കേട്ടോ. ഞാനെന്താ പറഞ്ഞത്? ഞാൻ സത്യമല്ലേ പറഞ്ഞത്? നീ പണ്ട് മുതലേ അവന്റെ പുറകെ നടക്കുന്നതാ. ഒരു തവണ നീ അവനക്ക് പ്രപ്പോസ് ചെയ്തു, അവനത് റിജക്ട് ചെയ്തു. ഇപ്പൊ ഇങ്ങനെ പോയാലേ അലിയ അലക്സിനെയും കൊണ്ടങ്ങ് പോവും. പിന്നെ നീ ഇങ്ങനെ അവനെ നോക്കി നിൽക്കത്തേ ഉള്ളൂ. എടി അലീന, നിങ്ങൾ ചങ്കിക്കൊള്ളുന്ന വർത്താനൊന്നും പറയില്ലടി. എനിക്ക് ഉറപ്പാ ഞാൻ ഇത്രയും കാലം അവന്റെ പുറകെ നടന്നതിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവാതിരിക്കില്ല. എന്തായാലും അവൻ എന്നെ ഒന്ന് പ്രപ്പോസ് ചെയ്യും. നോക്കി നിന്നോ, ഇപ്പൊ അവന്റെ പ്രപ്പോസ് ചെയ്യും. നേരത്തെ തടിയിലെ അലക്സിന് അടികൊണ്ടത് ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നതാണല്ലോ. ചിലപ്പോ ഞാൻ ശ്രദ്ധിക്കാനിട്ടായിരിക്കും. ഷോ നല്ലോണം കൊണ്ടിട്ടുണ്ടാവോ? എന്തിനെ കൊണ്ടായിരിക്കും കൊണ്ടത്? ആകെ മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ. എന്തായാലും നല്ല വേദന ഉണ്ടാവും. പാവം. നീ എന്താടി ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നേ? ഒന്നുമില്ലാടി, അതിനാ വെറുതെ എന്തോ ആലോചിച്ചിരുന്നു പോയതാ. ഇവക്ക് ഈയിടെയായിട്ട് പെരുമാറ്റത്തിലൊക്കെ എന്തോ മാറ്റമുണ്ട്, ഞാൻ കണ്ടുപിടിച്ചോണ്ട് മോളെ. ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. അപ്പോ ഇന്ന് എനിക്ക് ക്ലാസ് എടുക്കാൻ ടൈമില്ല, ടൈം എല്ലാം തന്നെ വൈകി. പിന്നെ എനിക്ക് കുറച്ച് വർക്ക് പെൻഡിങ് ആയിട്ടുണ്ട് ചെയ്യാനായിട്ട്. അപ്പൊ എല്ലാരും ഒന്ന് ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ഒന്ന് എടുത്ത് ജസ്റ്റ് എല്ലാരും ഒന്ന് വായിച്ചു നോക്കൂ. ഇപ്പൊ വായിച്ചത് തന്നെ. ഈ അലക്സിലായിട്ട് ക്ലാസ്സിൽ ഇരിക്കാനേ തോന്നില്ല, ബോറടിച്ചിട്ട് വയ്യ. സാറോട് ചോദിച്ചിട്ടൊന്ന് പുറത്തു പോയാലോ? പുറത്തു പോയാലാണെങ്കിൽ ഗ്രൗണ്ടിലൊക്കെ പിള്ളേരുണ്ടാവും, അവരോട് സംസാരിച്ചിരിക്കാം. സാർ ഞാനൊന്ന് വാഷ്റൂം വരെ പോയിട്ട് വരട്ടെ? പോയിട്ട് വേഗം വരുവാണെങ്കിൽ പോയിക്കോ. സാറേ ഞാൻ പോയിട്ട് വേഗം വരാം. ഈ തലവേദന ഒട്ടും കുറയുന്നില്ലല്ലോ. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണെങ്കിൽ ബോറടിച്ചിട്ടും വയ്യ. ജാക്കിനൊന്ന് വിളിച്ചു നോക്കിയാലോ? അവനിത് ഇങ്ങോട്ടേക്ക് വിളിക്കുവാണല്ലോ, എടുത്തു നോക്കട്ടെ. ഹലോ ജാക്കി, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കുവായിരുന്നടാ. ഇപ്പൊ ഞാനല്ലേ അങ്ങോട്ടേക്ക് വിളിച്ചത്, ഞാൻ തന്നെ അങ്ങോട്ടേക്ക് വിളിക്കണല്ലേ? അല്ലെങ്കിലും നീ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു നോക്കേണ്ടത് തന്നെയല്ലേ? എനിക്കല്ലേ വയ്യായിക്ക, നിനക്കല്ലല്ലോ. അതൊക്കെ ശരി. അല്ല നിന്റെ ഇപ്പൊ എങ്ങനെയുണ്ടടാ, കുറവുണ്ടോ? ഇല്ലടാ, വലിയ കുറവൊന്നുമില്ല. ഇപ്പൊ ചെറുതായിട്ട് തല വേദനിക്കുന്നുണ്ട്. എന്നിട്ട് നീ ഡോക്ടറെ കാണിച്ചില്ലേ? ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ലേ? ഇല്ലടാ, ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ല. കുറച്ച് മെഡിസിൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, അത് കഴിക്കാനാ പറഞ്ഞത്. പിന്നെ 2 ദിവസത്തേക്ക് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. 2 ദിവസത്തെ റെസ്റ്റോ? നീ ഇല്ലാണ്ട് ഇനി ക്ലാസ്സിൽ ബോറടിച്ചിരിക്കേണ്ടി വരുമല്ലോ. എടാ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരട്ടെ ഇപ്പോ? എടാ ഇപ്പൊ സമയം രാത്രി 8 മണിയായി. ഈ സമയത്താണോ നീ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നേ? എടാ ഇവിടെ ഇപ്പൊ ആരുമില്ല, പിന്നെ ഞാൻ ബോറടിച്ചിരിക്കുക. അമ്മയച്ഛനൊക്കെ ഏതോ ഒരു കല്യാണത്തിന് പോയി, അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നീ ഇങ്ങോട്ടേക്ക് വാ, ഇവിടെയും ആരുമില്ല. ആന്റിയും അങ്കിളും അങ്കിളിന്റെ അച്ഛന് പെട്ടെന്ന് എന്തോ വയ്യായിക വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുക, അതുകൊണ്ട് ഞാനിവിടെ ബോറടിച്ചിരിക്കുക. നീ വരുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാലോ. നിന്റെ ആന്റിയും അങ്കിളും പോകുമ്പോ നീ എന്താടാ കൂടെ പോവാതിരുന്നേ? അത് എനിക്ക് വയ്യാടാ, ഹോസ്പിറ്റലൊക്കെ പോയി അവിടുത്തെ സ്മെല്ലൊക്കെ അടിച്ച് എന്റെ തലവേദന കൂടത്തേ ഉള്ളൂ, അതുകൊണ്ടാ പിന്നെ പോവാതിരുന്നേ. അതും ശരിയാ. അല്ലടാ ഇപ്പൊ തലന്റെ എങ്ങനെയുണ്ട്, കുറവുണ്ടോ? ഡോക്ടർ ഒരു ഓയിൽമെന്റ് തന്നായിരുന്നു, അത് യൂസ് ചെയ്തപ്പോ ഇപ്പൊ കുറച്ച് കുറവുണ്ട്. എന്നാ പിന്നെ നീ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്ക്, അപ്പൊ കുറയുമായിരിക്കും. വേഗം എങ്ങനെയെങ്കിലും ഒന്ന് കുറഞ്ഞാ മതിയായിരുന്നു. ഈ ഇടയ്ക്കിടയ്ക്ക് തലന്റെ ഉള്ളിൽ ഒരു പെയിന് വരും, അതാ സഹിക്കാൻ പറ്റാത്ത ഭയങ്കര വേദനയാ. അത് പതിയെ കുറയുമായിരിക്കടാ. എന്നാലും അവൻ അയൺടൂള് വെച്ചിട്ട് നിന്നെ തലക്കടിക്കുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഞാനും. അവനാ അടിച്ച സമയത്ത് വലിയ പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ അതിന്റെ എഫക്റ്റ് മനസ്സിലായത്.
പിന്നെ അവനെന്റെ കയ്യിലൊരു കിട്ടും. അപ്പൊ ഞാൻ ഇതിനൊക്കെ കൂട്ടിട്ട് അവന് കൊടുത്തോളാം. ആ അതെന്തായാലും കൊടുക്കണം. ആ ടൈമിലെ സാർ അവിടെ ഉണ്ടായിപ്പോയി, അല്ലെങ്കിൽ അവന്റെ തല തീർച്ചേനെ. ഇപ്പൊ ഒന്നും വേണ്ട, അതിനൊക്കെ നമുക്കൊരു ടൈം വരും. അപ്പൊ നമുക്ക് എല്ലാം കൂടി ചേർത്തങ്ങ് കൊടുത്തേക്കാം. ആടാ അതൊക്കെ നമുക്ക് അപ്പൊ നോക്കാം. ആ എന്നാ ശരിയടാ, ഞാൻ പോട്ടെ. സമയം കുറേയായി, സംസാരിച്ചിന് സമയം പോയത് അറിഞ്ഞില്ല. ആടാ എന്നാ ശരി, നീ അധികം ലേറ്റ് ആക്കണ്ട, അവയെ പോയിക്കോ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, എല്ലാവരും ടെസ്റ്റ് എടുത്തേ. ഓക്കെ സാർ. സാറിന് ജാക്കും അലക്സും മാത്രമേ ലീവുള്ളൂ, ബാക്കി എല്ലാരും പ്രസന്റ് ആണ്. ആ അലക്സിന്റെ തലന്റെ പ്രശ്നം കൊണ്ട് അവന് 2 ദിവസത്തെ റെസ്റ്റ് ആന്നാ പറയുന്നത് കേട്ടെ. പിന്നെ ജാക്ക് എന്താണോ എന്തോ ലീവ്. ആ ഓക്കെ ഫൈൻ. എല്ലാവരും ടെക്സ്റ്റ് എടുത്തില്ലേ? ഇന്നലെ എടുത്ത പോർഷൻ വരെ ഇപ്പോ ക്ലാര വായിച്ചേ. ആ അത് പിന്നെ അല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ വരത്തുള്ളൂ. ആ ഓക്കെ സാർ, വായിക്കാം. ഓ അപ്പൊ അലക്സിന് 2 days റെസ്റ്റ് ആലേ. അലക്സ് വരാത്തത് കൊണ്ട് ഞാനായിരിക്കും ജാക്കും വരാത്ത. ആ ഓക്കെ ക്ലാര സിറ്റ് ഡൗൺ. ഇനി അതിന്റെ ബാക്കി പോർഷൻ ലിയ വായിച്ചേ. ലിയ സ്റ്റാൻഡ് അപ്പ്. തന്നോടല്ലേ വായിക്കാൻ പറഞ്ഞത്, എന്താ തനിക്ക് ചെവി കേട്ടൂടെ? സോറി സാർ, ഞാൻ കേട്ടില്ലായിരുന്നു. ഞാനിപ്പോ വായിക്കാം. എങ്ങനെ കേൾക്കാനാ? വായിക്കാൻ പറയുമ്പോ താൻ ക്ലാസ്സിലൊന്നല്ലല്ലോ, പുറത്തെവിടേക്കോ നോക്കിയിരിക്കല്ലേ. സോറി സാർ, ഞാനിന്ന് റിപ്പീറ്റ് ചെയ്യില്ല. സോറി. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യാതിരുന്നാ കൊള്ളാം. ക്ലാര വായിച്ചതിന്റെ ബാക്കി പോർഷൻ വായിച്ചേ. ആ ഓക്കെ സിറ്റ് ഡൗൺ. താങ്ക് യു സാർ. ഓ രക്ഷപ്പെട്ടു. എടി സാറ് നിന്നെ വായിക്കാൻ വിളിച്ചപ്പോ നീ എങ്ങോട്ടേക്ക് നോക്കിയിരിക്കുവായിരുന്നു? എടി സാറ് വിളിച്ചതിനെ കേട്ടില്ലായിരുന്നു, ഞാൻ പുറത്തേക്ക് എവിടെയോ നോക്കിയിരിക്കുവായിരുന്നു. നിനക്ക് കുറച്ച് ദിവസമായിട്ട് കേൾവി ഇത്തിരി കുറയുന്നുണ്ട്. അല്ലടി സത്യമായിട്ട് ഞാൻ കേട്ടില്ലായിരുന്നു, ഞാൻ പുറത്തേക്ക് എവിടെയോ നോക്കിയിരിക്കുവായിരുന്നടി. വിശ്വസിച്ചു. പിന്നല്ലടി, ഞാൻ ഇന്നലെ ഒരു അടിപൊളി സ്വപ്നം കണ്ടു. അടിപൊളി സ്വപ്നോ? എന്ത് സ്വപ്നടി? അത് പിന്നെ നമ്മുടെ സ്വന്തം സാൻഡ്ര ഇല്ലേ, അവക്ക് അലക്സിന്റെ കയ്യിൽ നിന്ന് ഒരു വലിയൊരു അടി കിട്ടുന്നതാ സ്വപ്നം കണ്ട്. ഉഫ്, അടിപൊളി സ്വപ്നായിരുന്നു മോളെ. അലക്സിന്റെ കയ്യിൽ നിന്ന് സാൻഡ്രക്ക് അടി കിട്ടാനോ? അടിപൊളി സ്വപ്നാണല്ലോടി. പിന്നല്ല, ക്ലാസ്സിൽ ഇത് ഞാനും നീയൊക്കെ ചിരിച്ചൊരു പരുവായി. അല്ല, എന്തിനായിരുന്നു അവക്ക് അടി കൊണ്ടത്? സ്വപ്നല്ലടി, അതൊക്കെ ആ സ്പോട്ടിൽ തന്നെ മറന്നുപോയി. എന്തായാലും നിന്റെ സ്വപ്നം അടിപൊളിയാണല്ലോ. ആ സീനായിട്ട് റിയൽ ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ കോമഡി ആയിരിക്കും അല്ലേ? പിന്നല്ല, അവക്കൊരടിയുടെ കുറവുണ്ടായിരുന്നു, അത് സ്വപ്നത്തിലെങ്കിലും നടന്നല്ലോ. അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? അവളുടെ ഒരു സംസാരവും പിന്നെ അവളുടെ ഒരു കളിയും പിന്നെ ഒരു ആക്കിയുള്ളൊരു ചിരിയൊക്കെ ഉണ്ടല്ലോ, അതെനിക്ക് പണ്ടേ ഇഷ്ടമല്ല. അവൾക്ക് ഒരെണ്ണം കൊടുക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അത് അലക്സ് സ്വപ്നത്തിലെങ്കിലും സാധിച്ചു തന്നല്ലോടി. എനിക്കും ഇഷ്ടമല്ല അവളുടെ ഒരു ആക്കിയിട്ടുള്ളൊരു ചിരിയും. എനിക്കൊന്ന് കൊടുക്കാൻ തോന്നിയതാ, പിന്നെ പാവല്ലേന്ന് വിചാരിച്ചിട്ടാ വെറുതെ വിട്ടത്. പാവോ? ആര്? അവളോ? സ്വപ്നത്തിലായാലും എന്താ, അവക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അലക്സിന്റെ കയ്യിൽ നിന്നല്ലേ അവക്ക് അടി കിട്ടിയത്. അവക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അലക്സോ? നീ എന്താ അങ്ങനെ പറഞ്ഞത്? അപ്പൊ അത് നിനക്കറിയില്ലായിരുന്നോ? ഇല്ലടി, നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ആ പറഞ്ഞില്ലാലേ. അത് അവളുടെ കാര്യം ആയതുകൊണ്ടായിരിക്കും. അവളുടെ കാര്യം പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. അല്ല, എന്തായിരുന്നു കാര്യം? നീ പറ.